വ്യാജ പരാതിയിൽ പോലീസ് പീഡനം. തിരുവനന്തപുരം പെരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ACP വിജുകുമാറാണ് അന്വേഷണ ചുമതല. SC/ST കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് പെരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണം തുടങ്ങുന്നത്. വ്യാജമാലമോഷണ പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായ ബിന്ദു പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു കേസെടുത്ത് അന്വേഷിക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവിട്ടത്. തുടർന്നാണ് ബിന്ദു മാല മോഷ്ടിച്ചെന്ന് വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയൽ, മകൾ നിഷ എന്നിവർക്കെതിരെ പെരൂർക്കട പോലീസ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റേഷനിൽ വെച്ച് ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച SI പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരും പ്രതികളാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം ചുമത്തിയതിനാൽ കണ്ടോൺമെന്റ് ACPക്ക് അന്വേഷിക്കാൻ കേസ് കൈമാറിയിരുന്നു. എന്നാൽ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതിനാൽ കേസ് അന്വേഷണം മാറ്റി നൽകണമെന്ന് കണ്ടോൺമെന്റ് ACP അഭ്യർത്ഥന നൽകി. ഇതുകൂടി പരിഗണിച്ചാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് ACP വിജുകുമാറിനാണ് അന്വേഷണ ചുമതല. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള DYSP അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിക്കും. വീട്ടുജോലിക്കാരിയായ ബിന്ദു മാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ഓമന ഡാനിയിൽ പരാതി നൽകിയത്. പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ വീട്ടിലറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. മാല വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്ന് ഓമന ഡാനിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചത്. 24 തിരുവനന്തപുരം.